സൽമാൻ റുഷ്ദിയുടെ ഒടുവിലിറങ്ങിയ പുസ്തകം ഒരു മെമ്മോയറാണ്, നൈഫ് എന്ന പേരിൽ. അതേപ്പറ്റിയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു എഴുത്തുകാരൻ ആ അനുഭവത്തെക്കുറിച്ച് എഴുതുന്നതാണ്. റുഷ്ദി ആക്രമിക്കപ്പെട്ട് റുഷ്ദി മരണാസന്നനായി ആശുപത്രിയിൽ കുറേ അധികം മാസങ്ങൾ ചെലവഴിച്ച് അദ്ദേഹം സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ചികിത്സിച്ച, അദ്ദേഹത്തെ ശസ്ത്രക്രിയയൊക്കെ നടത്തിയ ഡോക്ടേഴ്സിൽ ഒരാൾ പറഞ്ഞൊരഭിപ്രായമുണ്ട്. അതായത് അദ്ദേഹത്തെ ആക്രമിച്ച ആൾ, ഒരു ചെറുപ്പക്കാരൻ, 21-22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. 27 സെക്കൻഡാണ് ആ ആക്രമണം നീണ്ടു നിന്നത്. 27 സെക്കൻഡിനുള്ളിൽ 24 തവണ കുത്തി. ഇതുപോലത്തെ ഒരു ചെറിയൊരു ചടങ്ങിൽ ന്യൂയോർക്കിലെ ഷട്ടാക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവരൊരു ഓപ്പൺ എയർ സ്റ്റേഡിയം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു ആംഫി തിയേറ്റർ പോലെ പകുതി ഇങ്ങനെ തുറന്നിരിക്കുന്ന പഴയ റോമൻ ശൈലിയിലുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിനകത്താണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുന്നത്. അത് താല്പര്യമുള്ള റുഷ്ദിയുടെ എഴുത്തുകാരൻ്റെ സുരക്ഷ എന്നുള്ളൊരു വിഷയത്തിലാണ് സംസാരം അന്നത്തെ തീരുമാനിച്ചിരുന്നത്. അത് എഴുത്തുകാരൻ്റെ സുരക്ഷ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഓടി വന്ന് അഭയം തേടുന്ന എഴുത്തുകാരുടെ ഒരു താവളമാക്കി, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കുന്നൊരു സ്ഥലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വേണം എന്നുള്ളതുകൊണ്ട് ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് അവരവിടെ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ ആദ്യത്തേതായിരുന്നു റുഷ്ദിയുടെ. റുഷ്ദി കുറേ കാലങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു പൊതുപരിപാടിയായിരുന്നു അത്. ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അതിൽ താല്പര്യമുള്ള, സാഹിത്യത്തിലും കലയിലുമൊക്കെ താല്പര്യമുള്ള കുറച്ച് ആളുകൾ വന്നിരിക്കുന്നൊരു ചടങ്ങിൽ പ്രോഗ്രാം സ്വാഗതം പറയുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ തുറന്ന സ്റ്റേജിലേക്ക് ഈ ചെറുപ്പക്കാരൻ കത്തിയുമായി കയറി വന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഇത് വളരെ വേഗം കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേറെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത്, പോലീസുകാരോ അങ്ങനെ ആരും ഇല്ലാതിരുന്നൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ കയറി വന്ന ഒരു സ്കഡ് മിസൈൽ പോലെ ആണ് ആക്രമണം. പെട്ടെന്ന് കൺമുന്നിൽ ഉണ്ടായ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ആക്രമിച്ചു. ഈ 27 സെക്കൻഡിനുള്ളിൽ 24 തവണ കുത്തി. ആദ്യത്തെ കുത്ത് ഈ പറഞ്ഞ പോലെ വലത് കൈയിലായിരുന്നു ആദ്യത്തെ കുത്തേറ്റ്. തടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഉയർത്തി, ഇപ്പോൾ കയ്യിലാണ് ആദ്യത്തെ കുത്ത്. പിന്നീട് നിരവധി തവണ കുത്തി. അപ്പോൾ ഈ ഡോക്ടർ, ഇദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ നേരം പറഞ്ഞത്, കത്തി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച ഒരാളെ എങ്ങനെ ആക്രമിക്കണം എന്ന് അറിയില്ലാത്ത ഒരാളാണ് താങ്കളെ ആക്രമിച്ചത്, അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയും. 24 കുത്തിയെങ്കിലും ഇതിൽ വളരെ മാരകമായിട്ടുള്ള, അല്ലെങ്കിൽ ഒറ്റ കുത്തിന് തന്നെ ആളെ കൊല്ലാനുള്ള ഒരു പരിശീലനം നേടാത്ത ഒരാളായതുകൊണ്ട് ആണ് നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഡോക്ടർ റുഷ്ദിയോട് പറയുന്നുണ്ട്. ആ ആക്രമണത്തിൽ ഒരു വലത് കണ്ണിനേറ്റ ഒരു മുറിവ് മാത്രമേ വളരെ ആഴത്തിലുണ്ടായിരുന്നുള്ളൂ. അത് ഒരു 1/2 ഇഞ്ച് കൂടി അത് റെറ്റിന തുളച്ച്, കണ്ണിൻ്റെ റെറ്റിന തുളച്ച് കത്തി താഴേക്ക് പോയി ആ കുത്തിൽ. അതിൽ ആ കത്തി ഒരു 1/2 ഇഞ്ച് കൂടി അമർന്നിരുന്നെങ്കിൽ തലച്ചോറിന് മുറിവേറ്റ് അതേ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വേനെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതൊരു വളരെ വിദഗ്ധരായ ഡോക്ടർമാർ യഥാസമയം അദ്ദേഹത്തിന് ചികിത്സ കിട്ടി. ആ ചികിത്സയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് റുഷ്ദി ഇതിനകത്ത് പറയുന്നുണ്ട്.
വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഒരു സംഘം ഡോക്ടേഴ്സ് ജോലി ചെയ്തു. അവരദ്ദേഹത്തെ ശുശ്രൂഷിച്ചു, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നോർമലി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരാൾക്കതിന് ശേഷം പഴയ ഒരു സ്ഥിരചിത്തത തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലരുടെ ഓർമ്മയ്ക്ക് തകരാറ് വരാം. അതിൻ്റെ ഒരു ട്രൗമാറ്റിക്കായ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മെമ്മറീസൊക്കെ ചിലപ്പോൾ താളം തെറ്റിപ്പോകാം. അങ്ങനെ ഒരു പ്രശ്നവും റുഷിദിക്കില്ല. റുഷിദി അതിനകത്ത് പറയുന്ന ഒരു സംഗതിയും, ഈ പുസ്തകത്തിൻ്റെ പേര് നമുക്കറിയാം, ഒരു നൈഫ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അതുകൊണ്ടൊരു മെറ്റഫറായിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു മെറ്റഫോറിക്കൽ യൂസാണ്. അതായത് ഈ കത്തിയുടെ ഒരു പ്രത്യേകത, കത്തി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പച്ചക്കറി മുറിക്കാൻ വേണ്ടിയിട്ട് കത്തി ഉപയോഗിക്കുന്നു, ഡോക്ടേഴ്സ് കത്തി ഉപയോഗിക്കുന്നു, സർജിക്കൽ നൈഫ് ഉപയോഗിക്കുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ കത്തിക്ക് പല ഉപയോഗങ്ങളുണ്ട്. അതിൽ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരാളെ നമുക്ക് അതുകൊണ്ട് ആക്രമിക്കാം എന്നുള്ളതാണ്. റുഷിദി പറയുന്ന ഒരു കാര്യം, കത്തി വേണമെങ്കിൽ ഒരു തോക്ക് കൊണ്ട് വേണമെങ്കിൽ അയാളെ ആക്രമിക്കാമായിരുന്നു, എഴുത്തുകാരനെ ആക്രമിക്കാമായിരുന്നു. തോക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു അസാസിനാണ് വന്നതെങ്കിൽ അയാൾക്ക് കുറച്ച് അകലെ നിന്ന് തോക്ക് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആളെ തീർത്ത് കളയാവുന്നതാണ്. തോക്കല്ല ഉപയോഗിച്ചത്, ഈ ചെറുപ്പക്കാരനൊരു കത്തിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ കത്തിക്ക് ഇങ്ങനത്തെ ചില മെറ്റഫോറിക്കലായ സംഗതി ഉണ്ട്. അതിൻ്റെ ഒരു ഇൻറ്റിമസി ഉണ്ടെന്നാണ് റുഷിദി പറയുന്നത്. കത്തി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആളുടെ അടുത്ത് വരണം. തോക്ക് അകലെ നിന്ന് ഉപയോഗിക്കാം. കത്തിയാണെങ്കിൽ ആളോട് വളരെ അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് കത്തി അയാൾക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് വെച്ച് അയാളെ ആക്രമിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 27 സെക്കൻഡ് ഈ അസാസിനും റൈറ്ററും തമ്മിലൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നുണ്ട് അവിടെ ഈ ആക്രമണത്തിൻ്റെ സമയത്ത്. ഇത് പരസ്പരം വളരെ അടുത്ത് നിന്ന് ഋഷി പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കുത്തും ഞാൻ എൻ്റെ മുൻവശത്താണ് കൊണ്ടത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത് പിന്തിരിഞ്ഞോടിയില്ല, ഒരു കുത്തും പിറകിലല്ല, എല്ലാ കുത്തും മുൻപിലാണ് കൊണ്ടത്. ഞാൻ അയാളെ ശരിക്കും കണ്ടു. അയാൾ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ തമ്മിലൊരു ബോണ്ട്, ഒരു ബന്ധമുണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തെക്കുറിച്ചാണ് ശരിക്കും റുഷിദി ഇതിനകത്ത് എഴുതുന്നത്. ആ ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ ഒരു ഫിക്ഷൻ എഴുതുന്ന ഒരാൾക്ക്, ഒരു റൈറ്റർക്ക് മാത്രം സാധിക്കുന്ന രീതിയിലുള്ള ഒരു റെട്രോസ്പെക്റ്റീവാണ്. അതിനെ കഴിഞ്ഞു പോയ ഒരു അനുഭവം. റുഷിദി പറയുന്നത്, ബോധം പോകുന്നത് വരെ, കുത്തുകൊണ്ട് തറയിൽ വീണു ബോധം പോകുന്നത് വരെ തനിക്ക് എല്ലാ കാര്യങ്ങളും, ആളുകൾ ചുറ്റും കൂടുന്നു, ആൾ ഷൗട്ട് ചെയ്യുന്നു, ആരൊക്കെയോ ഇയാളെ കീഴ്പ്പെടുത്തുന്നു, മറ്റേ അക്രമിയെ കീഴ്പ്പെടുത്തുന്നു, ഇതെല്ലാം ഞാൻ കൃത്യമായി ഓർമ്മിക്കുന്നുണ്ടായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. ഈ കുത്തുകൊണ്ട് വീഴുന്ന ഈ സമയത്ത് താൻ മരിക്കാൻ പോവുകയാണെന്ന് ഉള്ള ആ ഒരു തോന്നൽ മനസ്സിൽ വരുമ്പോൾ, അത് മരണത്തിന് തിരിച്ചു വന്ന ഒരാൾ എഴുതുന്നതും കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അത് ഒരു വളരെ പ്രൊഫൗണ്ട് ലോൺലിനെസ് എന്നാണ് പുള്ളി ഉപയോഗിക്കുന്ന വാക്ക്. വളരെ അഗാധമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ഏകാന്തത. ഞാൻ ഇനി എൻ്റെ ഭാര്യയെ കാണില്ലല്ലോ, എൻ്റെ മക്കളെ എനിക്കിനി കാണാൻ കഴിയില്ലല്ലോ, ആ ഒരു വിചാരത്തിൽ നിന്നൊരു വളരെ പ്രൊഫൗണ്ടായ ലോൺലിനെസ്സിലേക്ക് ഞാൻ പോയി വീണു തറയിൽ കിടക്കുമ്പോൾ. പിന്നെ മറ്റേത് മനുഷ്യനെയും പോലെ അപ്പോൾ പിന്നീട് റഷീദിയുടെ മനസ്സിലേക്ക് വരുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ കീ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. അമേരിക്കയിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ക്രെഡിറ്റ് കാർഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാഷിനേക്കാൾ. അപ്പോൾ കുറേ ക്രെഡിറ്റ് കാർഡ്സ് അടങ്ങിയ ഒരു ചെറിയ പൗച്ച് കയ്യിലുണ്ട്. പിന്നെ ഈ പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് സംഘാടകർ അതിൻ്റെ പ്രസംഗത്തിൻ്റെ പൈസ ആദ്യമേ കൊടുത്തിട്ടാണ് സ്റ്റേജിലേക്ക്. അതിലടങ്ങിയ ആ ചെക്കടങ്ങിയ ഒരു കവറ് കോട്ടിൻ്റെ ഇന്നർ പോക്കറ്റിനകത്തുണ്ട്. ഇത്ര സംഗതികൾ കയ്യിലുണ്ട്. ഇത് കുത്തുകൊണ്ട് വീഴുമ്പോൾ ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ? കാരണം ഇങ്ങനത്തെ അപകടം സംഭവിക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണല്ലോ, ആളുകൾ സ്വർണ്ണമൊക്കെ വേണ്ടി അടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ, കിട്ടാതെ പോവുമോ എന്നൊക്കെ മുമ്പ് വിചാരിച്ചു എന്ന് പറയാണ്. പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. എല്ലാം ഈ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഇതെല്ലാം അവിടെ നിന്നിരുന്ന ആരൊക്കെയോ, അല്ലെങ്കിൽ പിന്നീട് വന്ന പോലീസോ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിൻ്റെ ആളുകളോ ഒക്കെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം തന്നെ വളരെ ഭദ്രമായിട്ട് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. അതിലൊരു ഈ ചെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ,
ആ ചെക്ക് ഒഴികെ ബാക്കിയെല്ലാം മൂപ്പർക്ക് തിരിച്ച് കിട്ടി. ഈ ചെക്ക് ഈ കുത്തുകൊണ്ടത് ഈ സൈഡിലാണല്ലോ ആദ്യത്തെ കുത്തുകൊണ്ട്, അപ്പോൾ കുത്തുകൊണ്ട് ചോര വാർന്നിട്ട് ഈ ചെക്ക് മുഴുവനും ബ്ലഡ് സ്റ്റെയിൻഡായിപ്പോയി, ബ്ലഡ് സോക്ഡായിപ്പോയി. അപ്പോൾ പോലീസ് അതൊരു എവിഡൻസ് ആയിട്ട് എടുത്തു. ഈ ആക്രമണത്തിൻ്റെ മഹസർ തയ്യാറാക്കിയപ്പോൾ പോലീസ് അവിടെ നിന്ന് ആക്രമണം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് മെറ്റീരിയലായിട്ട് ആ ചെക്ക് എടുത്തുകൊണ്ട് പോയി. ചെക്ക് ഒഴികെ ബാക്കിയെല്ലാം മൂപ്പർക്ക് തിരിച്ചിട്ട്. അപ്പോൾ റുഷ്ദി പറയുന്നൊരു വാചകമുണ്ട്, എനിക്ക് ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷമെങ്കിലും ഞാൻ വിചാരിച്ചല്ലോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമായിരിക്കും. എനിക്ക് മനുഷ്യരെക്കുറിച്ചുള്ള എൻ്റെ അറിവെത്ര പരിമിതമാണ് എന്ന് പുള്ളി പറയുന്നത്. മനുഷ്യർ എല്ലാം വളരെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ ആദ്യം ആലോചിക്കുന്നത്. പോവോ, നഷ്ടപ്പെടുമോ, ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവോ എന്നുള്ളത്. അങ്ങനെയല്ല, അതൊന്നും നഷ്ടപ്പെട്ടു പോയില്ല എന്ന് പറയുന്നുണ്ട്. ഈ നൈഫ് പിന്നെ 2 പാർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന് വായിച്ചിട്ടുള്ളവർക്കറിയാം. ഒന്ന് മരണത്തിൻ്റെ മാലാഖ എന്നാണ് ഒന്നിൻ്റെ ടൈറ്റിൽ. രണ്ടാമത്തത് ജീവൻ്റെ മാലാഖ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മാലാഖ എന്ന് പറയാം. ഒരു വലിയ അത്യാപത്തിൽ നിന്ന്, ഒരു മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരാൾ എല്ലാവരും ഇതേപോലെ ആയിരിക്കില്ല ജീവിതം കാണാൻ നമുക്കറിയാം. റുഷ്ദിക്ക് മുന്നേ ഉള്ള ഒരു വലിയൊരു, നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു എക്സാമ്പിൾ ദസ്തോസ്കിയാണ്. ദസ്തോസ്കി ഇതുപോലെ തന്നെ ഒരു ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നയാളാണ്. അതൊരു മോക്ക് ഫയറിംഗ് സ്ക്വാഡായിരുന്നു എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ടെങ്കിൽ പോലും ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി. പട്ടാളക്കാർ വന്ന് തോക്ക് ലോഡ് ചെയ്ത് ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെന്ന് മാത്രമല്ല, കൂടെയുള്ള 4 പേരെ വെടിവെച്ചിടുകയും ചെയ്തു. 5-ാമത്തെ ആൾ ദസ്തോസ്കിയാണ്, എഴുത്തുകാരനാണ്. അയാളുടെ നേരെ ഫയറിംഗ് സ്ക്വാഡ് റെഡിയായി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ഓർഡർ നിർത്താൻ പറഞ്ഞിട്ട് രാജാവിൻ്റെ കൽപ്പന വന്ന് ഇയാളെ ഒന്നും ചെയ്യേണ്ട വിട്ടകൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അയാൾക്ക് ഭ്രാന്തായിപ്പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള വേറൊരു പൊളിറ്റിക്കൽ പ്രസിഡർ അയാളുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം കേട്ടിട്ട് അയാൾക്ക് ഭ്രാന്തായിപ്പോയി. അയാൾക്കത് ആ ഒരു വാർത്ത സഹിക്കാൻ കഴിഞ്ഞില്ല. ദസ്തോസ്കിക്ക് അത് ഒരു വലിയൊരു മാനസിക പരിവർത്തനമായിരുന്നു. അതുപോലെയുള്ള ഓതറല്ല പിന്നെ നമ്മൾ കാണുന്നത്. കരമസോവ് ബ്രദേഴ്സിലെ വലിയൊരു ഡിസ്കഷൻ ജീവൻ്റെ ഒരു ഡിഗ്നിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്നു, മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരാൾ. അപ്പോൾ ആ ജീവന് ഒരു വലിയൊരു മഹത്വമുണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. അതിനകത്ത് അലോഷി എന്ന് പറഞ്ഞ സഹോദരന്മാർ തമ്മിലുള്ള ഒരു ഡിസ്കഷനിലാണ് വരുന്നത്. അലോഷി എന്നുള്ള വളരെ ദൈവഭയമുള്ള, ഭക്തിയുള്ള, വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ അലോഷി. അപ്പോൾ ആ അലോഷിയാണിത് പറയുന്നത്, ഈ ഡിഗ്നിറ്റിയെക്കുറിച്ച്. അലോഷി ഐവാനും തമ്മിലുള്ള സംസാരം. ഐവാൻ ഇത് ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ രീതിയിൽ ഒരു സ്കെപ്റ്റിക്കായ ആളാണ്. ഒരു വലിയ തോതിൽ സന്ദേഹങ്ങളുള്ള ആളാണ്. അപ്പോൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുക ഡിഗ്നിറ്റിയെക്കുറിച്ച്, ജീവൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച്. അപ്പം അതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഒരു കീടവും എത്രയോ കീടങ്ങൾ, എത്രയോ ജീവികൾ ഭൂമിയിൽ വന്ന് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു, ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായി പോകുന്നു. മനുഷ്യനേക്കാൾ കൂടുതൽ ആയുസ്സുള്ള ജീവികൾ ഭൂമിയിലുണ്ട്, മനുഷ്യനേക്കാൾ വളരെ കുറഞ്ഞ ഹ്രസ്വമായ ആയുസ്സുള്ളവരുണ്ട്. എല്ലാ ജീവനും മഹത്വമുണ്ട്. ആ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് റുഷ്ദി ഇവിടെ പറയുന്നത്. ഞാൻ വളരെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, പക്ഷേ അത് ഞാൻ ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ജീവൻ്റെ ഡിഗ്നിറ്റി എന്നുള്ളത്, ജീവിതത്തിൻ്റെ ഡിഗ്നിറ്റി എന്നുള്ളത്, ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു മഹത്വം എന്നുള്ളത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നതാണ് പറയുന്നത്. അതിനൊരു കാരണം ഈ പുസ്തകത്തിലുള്ളതാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രേമത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. ഞാൻ പ്രേമത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു, ഞാൻ ഈ കുടുംബത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചു വരികയായിരുന്നു. അതിനിടയിൽ വെച്ചിട്ടാണ് പെട്ടെന്ന്, നേരത്തെ അച്ഛനോട് പറഞ്ഞല്ലേ, വൂണ്ടഡ് ഹാപ്പിനെസ് എന്ന് പറയാൻ കാരണം അതാണ്. വൂണ്ടഡ് ഹാപ്പിനെസ് എന്നുള്ള പ്രയോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അതാണ്. റുഷ്ദി വളരെ കാലം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരാളാണ്. ഇത് ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഭാര്യയൊക്കെ പോയ ശേഷം, ന്യൂയോർക്കിലെത്തിയ ശേഷം അദ്ദേഹത്തിന് 72-74 വയസ്സുള്ള ആളാണ്. അദ്ദേഹം വളരെ ഏകാന്തനായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു പ്രേമം ഉണ്ടാവുകയാണ്. ന്യൂയോർക്കിലെ ഒരു എഴുത്തുകാരുടെ ഒരു
ഒരു അറബ് കവിയായിട്ടുള്ള അഡോണിസിനൊരു വിരുന്ന് അവിടെ ന്യൂയോർക്കിലെ റൈറ്റേഴ്സ് എല്ലാം അവിടെ കൂടി കൊടുത്തു. അപ്പം അഡോണിസ് കവിത ചൊല്ലുന്ന അറബിക്കിലാണ്. അപ്പോൾ അറബിക്കിലുള്ള കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറബിക്കും ഇംഗ്ലീഷും അറിയാവുന്ന ഒരു കവി, ഒരു ആഫ്രോ അമേരിക്കനായിട്ടുള്ള എലീസ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ പരിപാടിക്ക് അവർ വരികയാണ്. അവർ അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ആക്ടിവിസ്റ്റായിട്ടുള്ള കവിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. ഈ അഡോണിസിനെ കാണാൻ വേണ്ടിയിട്ട് റുഷിദി ഈ ചടങ്ങിൽ ചെല്ലുമ്പോൾ അഡോണിസിൻ്റെ അടുത്ത് അഡോണിസ് കമ്മ്യൂണിക്കേഷൻ ദ്വിഭാഷി എന്നുള്ള രീതിയിൽ അടുത്ത് ഈ സ്ത്രീ എലീസ എന്ന് പറഞ്ഞ ഈ സ്ത്രീ നിൽപ്പുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ നമ്മൾ പറയുന്ന പോലെ അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ അവർ തമ്മിലുള്ള വളരെ ഒരു നല്ലൊരു ബന്ധത്തിൻ്റെ ഒരു തുടക്കമായി തീരുകയാണ്. റുഷിദി ഈ സാധാരണ നിലയിൽ ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അധികം എഴുതാത്ത ഒരാളാണ്. റുഷിദി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഗുണമായിട്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം എഴുതുന്ന സാഹിത്യവും അദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ അദ്ദേഹം ഒരിക്കലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു മെമ്മോയർ ആയതുകൊണ്ട് ഇതിനകത്ത് റുഷിദി പറയുന്ന മുഴുവനും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ തിരിച്ചു കിട്ടിയ ജീവിതം എത്രത്തോളം മൂല്യവത്തായ ഒന്നാണ്. എൻ്റെ ജീവിതം മൂല്യവത്തായിരുന്നു, അത് നഷ്ടപ്പെടാൻ പോയി, അത് തിരിച്ചു കിട്ടിയപ്പോൾ അതിൻ്റെ മൂല്യം എത്രത്തോളം അധികരിച്ചു എന്നുള്ളതാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം ഈ പ്രേമമാണ്, ഈ പ്രണയമാണ്. ഈ സ്ത്രീയെ ഒരു തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം മുതൽ നമുക്കത് വായിക്കുമ്പോൾ അറിയാം, ശ്രുതിക്ക് റിലേഷൻഷിപ്പ് വളരെ ആവശ്യമായിരുന്നൊരു സമയത്താണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അന്ന് വൈകുന്നേരം ഈ ചടങ്ങിന് ശേഷം അഡോണീസിന് അവിടുത്തെ ഒരു ഹോട്ടലിൽ വെച്ചൊരു വിരുന്ന് കൊടുക്കുമ്പോൾ അവിടെ വെച്ച് അവർ വീണ്ടും കാണുക അവിടെ വെച്ചൊരു കുറച്ചൊരു സംസാരം നടന്നതിന് ശേഷം ഇവർ നമുക്ക് പുറത്തിറങ്ങിയെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹാളിൻ്റെ പുറത്തേക്ക് ഉള്ള ഒരു ചില്ല് വാതിലുണ്ട്, അത് തുറന്ന് ഈ ലേഡി പുറത്തേക്ക് പോയി ഇങ്ങനെ ഇതിൽ നമ്മൾ പറയില്ല മനം മയങ്ങി നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇവരുടെ പുറകെ പോകുമ്പോൾ ചില്ലാണെന്നറിയാതെ പോയി ആ ചില്ല് വാതിൽ അടിച്ചു താഴെ വീഴുകയാണ്. ചില്ലിങ്ങനെ അടഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് കാണാം, ചില്ല് വാതിൽ കാണാതെ ചില്ല് പോലെ ചെന്ന് ഇടിച്ചിട്ട് കണ്ണടയൊക്കെ പൊട്ടിപ്പോയി, മൂക്കിൻ്റെ പാലമൊക്കെ മുറിഞ്ഞ് അങ്ങനെ അവിടെ ഒരു വലിയൊരു സിറ്റുവേഷൻ ആവുകയാണ്. അപ്പോൾ അന്ന് ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എലീസ എന്ന് പറഞ്ഞ ഈ ലേഡിയാണ്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയവർ താമസിയാതെ കല്യാണം കഴിച്ചു. റുഷിദിയുടെ വിദേശത്തുള്ള മക്കളൊക്കെ വന്നു, അവർ വന്നിട്ട് അവരൊക്കെ ഇവരുടെ ഫാമിലി വന്നു. പെട്ടെന്നൊരു ഫാമിലി ഉണ്ടാകുകയാണ് അവർക്ക്. ഈ നൈഫ് ഒരു മെറ്റഫറിക്കൽ യൂസാന്ന് പറയാൻ കാരണം ഒരു പേനയുടെ ഒരു ശക്തി ഈ ഒരു പറഞ്ഞ രീതിയിൽ ഒരു മർഡറുടെ വെപ്പണെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് മൂപ്പർ വിശദീകരിക്കുകയാണ് ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ ഒരു മെറ്റഫറിക്കലായിട്ടുള്ള വേറൊരു ഇതെന്ന് തന്നെ. ഇവർ തമ്മിലുള്ള ആ കുടുംബജീവിതത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു സേഫ്റ്റി, കുടുംബജീവിതത്തിൻ്റെ ഒരു സുരക്ഷയുണ്ടല്ലോ, ആ സുരക്ഷ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രസംഗത്തിന് കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രസംഗത്തിന് ന്യൂയോർക്കിലെ ഈ ഷട്ടോക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ മുമ്പിൽ ക്ഷണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ലഭിച്ച ഒരു 100% അഗാധമായിട്ടുള്ള സ്നേഹസമ്പന്നമായിട്ടുള്ള പരിരക്ഷ. രണ്ട് മക്കളും തിരിച്ചു വരുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്നു, അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. റുഷിദിയുടെ ഒരു പ്രത്യേകത, റുഷിദിയുടെ കൃതികൾ റുഷിദിയെ കുറിച്ച് കേട്ടുള്ള അറിയാം. റുഷിദ് ഒട്ടൊക്കെ ഒരു അരഗൻ്റായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളൂ. അരഗൻസ് എഴുത്തുകാർക്ക് എല്ലാവർക്കും കുറച്ച് അരഗൻസ് ഉണ്ട്, എന്നാലും ഒരു അരഗൻസ് വളരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്, പൊതുവേദിയിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം റുഷിദിക്കെതിരെ 1989 ഒരു ഇറാനിൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖുമൈനിയുടെ ഒരു മതശാസനം, ഒരു ഫത്വ വരികയും ഫത്വയെ തുടർന്ന് ഇദ്ദേഹം ഒളിവിപ്പോവുകയും ചെയ്തു. അന്ന് അദ്ദേഹം ലണ്ടനിലാണ്, അതായത് അദ്ദേഹം UK സിറ്റിസനാണ്, ബ്രിട്ടീഷ് സിറ്റിസനാണ് ആ സമയത്ത് അദ്ദേഹം. അങ്ങനെ ഒളിവിപ്പോകുന്ന മനുഷ്യൻ ഏകദേശം ഒരു ദശകത്തോളം, ഏകദേശം 10-12 വർഷത്തോളം പൂർണ്ണമായും ഒരു അണ്ടർഗ്രൗണ്ട് ജീവിതമായിരുന്നു. ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസിക്ക് ബ്രിട്ടീഷ് പോലീസിനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി. ആ സമയത്ത് അദ്ദേഹം ജോസഫ് ആൻ്റൺ എന്നുള്ളൊരു പേര് സ്വീകരിച്ചിട്ടാണ് ഹോട്ടലിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരിടത്ത് സ്ഥിരമായിട്ട് ഇന്നിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിച്ച നാൾ വേറെ സ്ഥലത്തായിരിക്കും താമസിക്കുക.
അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇവരിങ്ങനെ ഈ രഹസ്യ പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഇങ്ങനെ മൂവ് ചെയ്തൊരു 10 കൊല്ലം ജീവിച്ച ഒരാൾ ഈ 10 കൊല്ലവും മൂപ്പര് സാഹിത്യം എഴുതി എന്നുള്ളതാണ്. ഈ ഒളിവിൽ പോയി 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നോവലെഴുതി. അത് കഴിഞ്ഞ് പിന്നെ 2-3 വർഷത്തെ ഗ്യാപ്പിനിടയിൽ പുള്ളി കുറേയധികം പുസ്തകങ്ങൾ എഴുതി. സൽമാൻ റുഷ്ദി, അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒളിവ് ജീവിതം അദ്ദേഹത്തിൻ്റെ രചനയെ സ്വാധീനിച്ചിട്ടില്ല, എന്നുവെച്ചാൽ അത് അതിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൈറ്റാനിക് വേഴ്സസ് എഴുതി പബ്ലിഷ് ചെയ്യുമ്പോൾ റുഷ്ദിക്ക് 42 വയസ്സേ ഉള്ളൂ. റുഷ്ദി 2022 ഓഗസ്റ്റ് 12 ന്യൂയോർക്കിൽ ആക്രമിക്കപ്പെടുമ്പോൾ റുഷ്ദിക്ക് 72 വയസ്സുണ്ട്. ഇടയിൽ പുള്ളി ഏതാണ്ട് 2 ഡസനോളം പുസ്തകങ്ങൾ എഴുതി. 2 അല്ല, അത് ഒരു 24-25 പുസ്തകത്തോളം പുള്ളി എഴുതിയിട്ടുണ്ട്. നോവലും പഠനങ്ങളും മെമ്മോയറും ഒക്കെ ആയിട്ട് 25 പുസ്തകത്തോളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ നോവൽ വരാനിരിക്കുന്ന സമയത്താണ്, വിക്ടറി സിറ്റി എന്നുള്ള നോവലിൻ്റെ പബ്ലിക്കേഷൻ അനൗൺസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഒളിവിൽ താമസിച്ചിരുന്ന ഈ കാലത്ത് 10 വർഷം കഴിഞ്ഞപ്പോൾ അതൊന്ന് തണുത്തു, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ വരികയും ബ്രിട്ടനിൽ നിന്ന് US മൈഗ്രേറ്റ് ചെയ്ത റുഷ്ദി ന്യൂയോർക്കിൽ താമസമാക്കുകയും ചെയ്തു. ആ സമയത്ത് അതിന് തൊട്ട് മുന്നേ 2016-ലോ 2017-ലോ മറ്റാണ് ഈ ഒളിവിലെ ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ ഒളിവ് കാലത്തെ എൻ്റെ ജീവിതം എന്താണെന്ന് ഉള്ളൊരു പുസ്തകം റുഷ്ദി ചെയ്തത്. ജോസഫ് ആൻ്റൺ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഞാനൊക്കെ വളരെ കാത്തിരുന്ന് വായിച്ചൊരു പുസ്തകം. പക്ഷേ ആ പുസ്തകത്തിലുള്ള റുഷ്ദി നമുക്ക് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാരണം അതൊരു ഭയങ്കര കോൺഫിഡൻ്റായ ഒരു റൈറ്ററാണ് നമ്മളതിനകത്ത് കാണുന്നത്. ഞാൻ ഇത്രയും വർഷം ഒളിവിൽ കഴിഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാനിത് സർവൈവ് ചെയ്തു. അതിനകത്ത് മുമ്പ് പല ആൾക്കാരെക്കുറിച്ചുള്ള പരദൂഷണങ്ങൾ, ചില ഉപേക്ഷിച്ചു പോയ ഭാര്യയെക്കുറിച്ചുള്ള പരദൂഷണം, പിന്നെ മറ്റ് ഒളിവിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് അദ്ദേഹത്തിന് ഒന്നിനും വിടാതെ പിന്നെ നടന്നതിനെക്കുറിച്ചുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, പിന്നെ അബ്യൂസീവായിട്ടുള്ള ആൽക്കഹോളിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ, അത് ഇതിനകത്തും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വളരെ വിശദമായിട്ട് റുഷ്ദിയുടെ ബാല്യകാലവും, അച്ഛൻ പകലൊക്കെ വളരെ നോർമലായിട്ടുള്ള ഒരാളും മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ വളരെ അസാധാരണമായിട്ട് വളരെ ടെറിബിളായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരു ആൽക്കഹോളിക്കായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു റുഷ്ദിയുടെ അച്ഛൻ. ഈ അച്ഛൻ്റെ ഒരു ഓർമ്മ ഈ നമ്മുടെ ഈ നൈഫിലും പറയുന്നുണ്ട്. വളരെ കുറച്ചേ പറയുന്നുള്ളൂ, എങ്കിലും പുള്ളി ഈ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം വളരെ നെഗറ്റീവായിരുന്നു. ജോസഫ് ആൻ്റണിൽ നമ്മൾ വായിക്കാൻ പറയാം, അതിനകത്ത് റുഷ്ദിക്ക് ഒന്നിനെക്കുറിച്ച് സന്ദേഹമോ സംശയങ്ങളോ ഒന്നുമില്ല. അത് ഈ ഒളിവ് ജീവിതത്തിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ തോട്ടോ ഒരു ഫിലോസഫിക്കൽ തോട്ടോ ഒന്നും മുപ്പരെ അന്വേഷിച്ച് വരുന്നില്ല. നൈഫിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റുഷ്ദി വലിയ തോതിൽ ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, എനിക്ക് മറ്റുള്ളവരുടെ സ്നേഹം വേണം, ഞാൻ സ്നേഹം കൊണ്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ സുഹൃത്തുക്കളെയും ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ പബ്ലിഷറെ ഞാൻ ആശ്രയിക്കുന്നു, ഞാനൊരു ആ രീതിയിൽ ഒരു കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. ആ ഞാൻ ലിറ്ററേച്ചറിനകത്ത് കലയിലെ ഒരു അംഗമാണ് ഞാൻ എന്നുള്ള രീതിയിലുള്ള ഒരു വിനയം എന്ന് പറയാനോ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ആർട്ടിസ്റ്റ് അയാൾ വേറെ രീതിയിൽ അയാളുടെ റിഫ്ലക്ഷൻ, അയാളുടെ മരണം അയാളുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അയാളെ ഒന്ന് റിഫ്ലക്റ്റീവായി, ആ രീതിയിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് റിഫ്ലക്റ്റീവായി എന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലൊരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നൈഫ് എന്നുള്ളത് റുഷ്ദിയിലേക്കുള്ള ഒരു ഇൻസൈറ്റ് കൂടിയാണ്. ശരിക്കും പറഞ്ഞു ഒരു എഴുത്തുകാരനിലേക്കുള്ള ഒരു ഇൻസൈറ്റ് റുഷ്ദി പറയുന്നുണ്ട് ഇതിനകത്ത്. ഈ പുസ്തകം ഒരു സർഗാത്മകതയുടെ ഒരു വിജയത്തിൻ്റെ ഒരു അടയാളം എന്നുള്ള രീതിയിൽ നിലനിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റുഷ്ദി പറയുന്നുണ്ട് ഒരു ക്രിയേറ്റിവിറ്റിയുടെ, കലയുടെ, സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ ഒക്കെ ആ രീതിയിലുള്ള ഒരു മനുഷ്യനെ ആ രീതിയിൽ ഒരുമിച്ച് നിർത്തുന്ന മാനവികതയുടെ ഒരു സിമ്പൽ എന്നുള്ള രീതിയിൽ മാനവികമായിട്ടുള്ള വികാരങ്ങൾ ആ മനുഷ്യനെ ഒരുമിച്ച് നിർത്തുന്ന ഒന്ന് എന്നുള്ള രീതിയിൽ എൻ്റെ ഈ മെമ്മോയർ മാറണം എന്ന് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. മറ്റുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ഈ പുസ്തകത്തിലൊരു പ്രധാനപ്പെട്ട ഇത് നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇതിനകത്ത് എനിക്ക് ദൈവത്തിൻ്റെ കരങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് ഓപ്പണായിട്ട് പറയുന്ന ആൾ വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഇതിൽ പ്രേമം എലീസയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് അദ്ദേഹത്തെ സർവൈവ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അത് എൻ്റെ ഒരു സ്നേഹബന്ധം, എൻ്റെ ഒരു കുടുംബം എനിക്കൊപ്പം നിന്നു, എൻ്റെ സ്നേഹം എനിക്കൊപ്പം നിന്നു, എൻ്റെ പ്രേമം എനിക്കൊപ്പം നിന്നു.
അതുകൊണ്ട് ഞാൻ സർവൈവ് ചെയ്തു എന്ന് അത് റുഷിദി അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ റുഷിദിയെ വേറെ തരത്തിൽ വിലയിരുത്തുന്നതിന് വെച്ചാൽ അത് വളരെ ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു ഭാഗം എന്നുള്ളത് ഈ അസാസിനുമായിട്ട് റുഷിദി നടത്തുന്ന ഒരു സാങ്കല്പിക സംഭാഷണമാണ്. ഈ പുസ്തകത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് അത് പറയുന്നുണ്ട്. അതായത് ഈ കൊല്ലാൻ വന്ന ആൾക്ക് പുള്ളി പുള്ളി കൊല്ലാൻ വന്ന ആളെ വിളിക്കുന്നത് അസാസിൻ എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേര് എന്നുള്ള രീതിയിലൊരു എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനുമായിട്ട് റുഷിദി അയാളുടെ തടവറയിൽ ചെന്നിട്ട് ആ മനുഷ്യനെ കണ്ടിട്ട് ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഇതിനകത്തൊരു ഫിക്ഷണൽ പാട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ഒരു സംഭാഷണമാണ്. പക്ഷേ വളരെ സാങ്കല്പികമായൊരു സംഭാഷണമാണെങ്കിൽ പോലും അതിലും ഒരുപാട് ഒരു നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഉൾക്കാഴ്ച തരുന്ന ഒരു സംഗതിയാണ്. അത് ചോദിക്കുന്നുണ്ട്. ഈ റുഷിദിയുടെ പുസ്തകമൊന്നും വന്നയാൾ ശരിക്കും പറഞ്ഞാൽ വായിച്ചിട്ടില്ല. പുള്ളി ആകെ കണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബിലെ റുഷിദിയുടെ കുറച്ച് പ്രസംഗങ്ങൾ കണ്ടു, പിന്നെ ഒരു ചെറിയൊരു ലേഖനത്തിൻ്റെ ഒരു തുണ്ടോ മറ്റോ വായിച്ചു. അല്ലാതെ റുഷിദിയുടെ ഒരു പുസ്തകവും വായിച്ച ഒരാളല്ല. അപ്പോൾ അതിനകത്ത് എന്തിനാണ് എന്നെ ആക്രമിച്ചത് എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഏതൊരാൾക്കും തോന്നുന്ന രീതിയിലുള്ള എന്നെ എന്തിനാക്രമിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് രോഗമാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇത് പറയുമ്പോൾ അതിനകത്ത് അവർ ഒരു ഡിബേറ്റ് പോലെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പോകുന്നുണ്ട്. ഒടുവിൽ റുഷിദി പറയുന്നൊരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയിലും ഒന്നിലധികം പ്രതിബിംബങ്ങളുണ്ടാവും. പുള്ളി പറയുന്നത് ഞാൻ സൽമാനും റുഷിദിയുമാണ് ആണ് പറയുക. സൽമാൻ റുഷിദി എന്നാണ് പേര്. ഞാൻ സൽമാനും റുഷിദിയുമാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ വീട്ടിലിരുന്ന് അവരൊപ്പം സമയം ചെലവഴിക്കുകയും അവരൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ കൂടെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും പിന്നീട് ഒറ്റയ്ക്കൊരു മുറിയിലിരുന്ന് സാഹിത്യം എഴുതുകയും അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൽമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ലോകം മുഴുവൻ അറിയുന്ന ഒരു എഴുത്തുകാരൻ, അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ റുഷിദി എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്. രണ്ടും ഞാൻ തന്നെയാണ്. പക്ഷേ ഈ റുഷിദി തന്നെ പലർക്കും പലതാണ്. എന്നെ വല്ലാതെ വെറുക്കുകയും ഞാൻ ഇല്ലാതായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വേറൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ചോളം ഞാൻ അവർക്ക് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ഇതിൽ ആരാണ് ശരിയായ ഞാൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഫിലോസോഫിക്കൽ റെൻഡറിങ്സ് ഒന്നും നോർമലി റുഷിദി നടത്താത്തതാണ്. പക്ഷെ അതുകൊണ്ടാണ് എനിക്കും ഈ പുസ്തകം വളരെ ഒരു ടച്ചിങ് ആയി തോന്നി. ടച്ചിങ് ആയെന്ന് മാത്രമല്ല, വേറെ രീതിയിൽ റുഷിദി അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, റുഷിദിക്ക് ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ ഒന്നിനോടും ഇല്ല, എനിക്കൊന്നിനോടും ഇല്ല. ഞാനൊരു പരാജയപ്പെട്ട എഴുത്തുകാരനായി തീർന്നേനെ എങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ വധശിക്ഷ പ്രഖ്യാപനം ഒരു ഫത്തവ വന്നു കഴിഞ്ഞ് ഞാൻ ഒളിവിക്കഴിഞ്ഞ സമയത്ത് എനിക്കെതിരെ അത് ചെയ്ത ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനോട് ആ ഒരു ആശയം പിന്തുടരുന്നവർ ഞാൻ അതിയായ വെറുപ്പോടുകൂടി പെരുമാറുകയും ആ അതിയായ വെറുപ്പ് ഞാൻ എൻ്റെ എഴുത്തുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാനൊരു മോശപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പരാജയപ്പെട്ട എഴുത്തുകാരനായി തീർന്നതിനാണ്. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു ദുരനുഭവം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു ദൗർഭാഗ്യം, ആ ദൗർഭാഗ്യത്തെ എൻ്റെ രചനയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടി വന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം എന്ന് റുഷിദി പറയുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഒരു കലാപ്രവർത്തനം നടത്താനും ആ കലാപ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാനും എന്നിട്ട് ആ കലാപ്രവർത്തനത്തിലേക്ക് ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ട്, നമ്മൾ ദസ്തോവ്സ്കിയെക്കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ, എത്രയോ കൃതികൾ അതിന് ശേഷം എഴുതി. റുഷിദിയും അതുപോലെ അതിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹത്തിന് നല്ല പുസ്തകങ്ങൾ വീണ്ടും എഴുതാനും ഒരു എഴുത്തുകാരൻ എന്നുള്ളത് വേറെ തരത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അല്ലെങ്കിൽ മാനവികതയുടെ മുഴുവനായിട്ടുള്ള ഒരു സ്വരമായിട്ട് മാറുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മന്ത്രണമായിട്ട് മാറുന്നത് ആണ് നാം ഈ പുസ്തകത്തിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് സാഹിത്യത്തെയും കലയെയും ഇഷ്ടപ്പെടുകയും ജീവിതത്തെ സ്നേഹിക്കുകയും ജീവിതത്തെ ആ രീതിയിൽ ജീവിച്ചിരിക്കുന്ന ആ ഒരു മഹാസൗഭാഗ്യത്തെ അനുഭവിക്കാൻ മുന്നോട്ട് നോക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് നൈഫ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിചാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.